എന്താ അത് ഇവിടെ ആരും ഇല്ലേണാവോ? താത്താ താത്താ ആ നീയാണ്. എന്താടി രാവിലെ തന്നെ കുറെ നേരമായി വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നെ ഉള്ളൂ. എന്താ നിങ്ങൾ അവിടെ കാട്ടുണ്ടായിരുന്നു? ഞാൻ കുട്ടിനെ ഉറക്കായിരുന്നടി. ചേച്ചി ഇല്ല ഇവിടെ. അവള് പോണ് കണ്ടു ഞാന്. എവിടേക്ക് പോയിരുന്നു? അവള് അതാ പഞ്ചായത്തിൽ എന്തോ ഒരു ആവശ്യമുണ്ട് പറഞ്ഞിട്ട് പോയതാ. കുട്ടീനെ ഉറക്കിയിട്ട് തന്നെ പോയത്. പക്ഷെ അവള് എണിച്ചപ്പോ ഒന്ന് ആട്ടാൻ പോയതാ ഞാന്. ആ എന്നും കാണാം അവൾ ഇങ്ങനെ സ്കൂട്ടി ഓട്ടിയിട്ട് പോണത്. വണ്ടി ഓട്ടി പഠിച്ചത് ഉപകാരമായില്ലേ, ഇങ്ങനെ ഓരോ ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോകാന്. എന്നാലും എവിടേക്കാ അവൾ എന്നും ഇങ്ങനെ പോണത്? അവളിങ്ങനെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുകയടി. അവൾ തന്നെ പോകണ്ട ഇവിടുത്തെ എല്ലാ കാര്യത്തിനും. എനിക്ക് ഈ വയ്യാത്ത കാലം വെച്ചിട്ട് പോകാൻ പറ്റണ്ടേ? ആ എന്താ നീ വെറുതെ വന്ന തന്നെ? ഞാൻ ലേശം കറിവേപ്പില പൊട്ടിക്കാൻ വന്നതാണോ. അപ്പൊ അതൊന്ന് നിങ്ങടുത്ത് പറയട്ടെ പറഞ്ഞിട്ടേ. അതിനെന്താണ്, നീ പൊട്ടിച്ചോ? അതൊക്കെ ഇപ്പൊ ചോദിച്ചിട്ട് വേണോ? അല്ലടി ഇവളെ, നിനക്കും പഠിച്ചൂടെ ഈ സ്കൂട്ടിയൊക്കെ? എനിക്കും പഠിക്കണം എന്നൊക്കെ ഉണ്ടെന്നും, പക്ഷെ അവിടെ ആരും സമ്മതിക്കണില്ലേ. അതെന്താ അത്രേ? അവർക്ക് അതൊന്നും ഇഷ്ടല്ല. അതന്നെ. ദാ ഇന്നാള് വാപ്പ ഇങ്ങനെ പറഞ്ഞായിരുന്നു, സെജി വണ്ടിയും കൊണ്ട് പോണ് കണ്ടിട്ടേ അവളുടെ പോക്കത്ര ശരിയൊന്നല്ല, അങ്ങാടിയിലെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ടേ. അതെ, എന്താ അത്ര എന്നിട്ട് ആൾക്കാർ പറയണ്? അവൾ ഇങ്ങനെ ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞ പോലെ സംഭവം കാര്യത്തിനൊക്കെ തന്നെയായിരിക്കും പോണ്ടാകുക. പക്ഷെ കാണുന്നവർക്കും കൂടി അത് തോന്നണ്ടേ? ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കുവേ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. അതിന് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ അവൾ തന്നെ പോണ്ടേ? അതിന് നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട. ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ കാരണങ്ങളൊന്നും വേണ്ട. അല്ലെങ്കിൽ അവർ പറഞ്ഞുണ്ടാക്കും. നിങ്ങൾ ഇനി അവളുടെ അടുത്ത് നിന്ന് ചോദിക്കാൻ നിൽക്കണ്ടാട്ടോളെ. ഞാനൊന്നും ചോദിക്കാൻ നിൽക്കണില്ല. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാൻ അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളുടെ അടുത്തൊന്നും പറയാണ്ട് അവൾ എവിടേക്കും പോക്കില്ല. പിന്നെ ഈ വണ്ടി ഓട്ടിക്കുന്നത് ആൾക്കാർക്ക് പ്രശ്നമെങ്കിലേ ഇന്നത്തെ കാലത്ത് ആരാ വണ്ടി ഓട്ടിക്കാത്തത്? ആൾക്കാർക്ക് പിന്നെ താത്ത എന്തെങ്കിലും ഇത്തിരി കിട്ടിയാൽ പോരെ, ബാക്കി പിന്നെ അവരങ്ങോട്ട് ചേർത്തിക്കോളും. പ്രത്യേകിച്ച് നിങ്ങളുടെ മകനും ഇവിടെ ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട. അവർക്ക് പറയാനതൊരു കാരണമായി. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാരനെ വായി മൂടിക്കെട്ടാനും നമ്മൾ നിൽക്കണില്ല. പറയണവർ പറഞ്ഞിട്ട് പോട്ടെ എന്ന്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഹലോ. ആ 4 മണിക്കല്ലേ? ഞാൻ വരുവേ. കഴിഞ്ഞ ആഴ്ച ഞാൻ വരാണ്ടിരുന്നത് എൻ്റെ മരുമകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ. ഇന്നിപ്പോൾ അവൾ ഇവിടെ ഇല്ല, പഞ്ചായത്തേക്ക് പോയിക്കണോ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വരും. ഇന്നെന്തായാലും ഞാൻ വരാട്ടാ. അല്ല റുക്കിയ, നിന്റെ മരുമകൾക്ക് എന്നും ഇങ്ങനെ കറങ്ങാൻ പോക്കാണല്ലോ പണി. എവിടേക്ക് എത്ര വല്ലാണ്ട് ഇങ്ങനെ പോണു? അവൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയടി. അവനുള്ള സമയത്ത് അവൻ പോവുകയായിരുന്നോ. അപ്പൊ അവനില്ലാത്തോണ്ടേ എല്ലാ കാര്യങ്ങൾക്കും ഇവൾ തന്നെ വേണ്ടേ പോകാന്. ഞാൻ പോകാ പറഞ്ഞാ പിന്നെ ഈ വയ്യാത്ത കാലം വെച്ചിട്ട് പറ്റാത്തോണ്ടാണേ. നീ നിന്റെ കാലം നോക്കിയിട്ട് ഇരുന്ന അവിടെ. അവസാനം മരുമകളുടെ പാട്ടിനങ്ങോട്ട് പോകും. അതെന്തടി അങ്ങനത്തെ ഒരു വർത്താനം? പുറത്തിറങ്ങി കേൾക്കണതേ നിന്റെ മരുമകളുടെ വിശേഷങ്ങളാണ്. അവള് ദിവസം ഈ പോണത് ആരിനൊക്കെ കാണാനാണെന്നോ ആരിൻ്റെയൊക്കെ കൂടെ പോണുണ്ടെന്നോ ഒക്കെ കേൾക്കണുണ്ട്. 2 ദിവസം മുമ്പ് ഇതൊക്കെ പറഞ്ഞായിരുന്നു. ടൗണിൽ അവള് ഏതോ ഒരു ചെക്കൻ്റെ അടുത്ത് മണിക്കൂർ കണക്കിന് നിന്ന് സംസാരിക്കുന്നത് കണ്ടുവന്ന്. ചിരിച്ച് കുഴയായിരുന്നു ഇത്ര രണ്ടാളും. എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ നീ. എന്നാലും എന്തൊക്കെയാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണ റബ്ബേ. നേരത്തെ സാബി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്താ കിട്ടണാവോ? ഒന്നുമില്ലാണ്ട് ഇപ്പോൾ വെറുതെ ആൾക്കാർ പറയോ? കുറച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിയന്ത്രിക്കാൻ ഇപ്പോൾ ആരും ഇല്ലല്ലോ. ഒരു മാപ്പിള ഉള്ളത് ഗൾഫിലും ആണ്, പിന്നുള്ളത് നീയാണെങ്കിലോ കാലുവേദന കൈവേദന ഓർത്ത് പുറത്തിറങ്ങണമില്ല. പിന്നെ ഇപ്പോൾ ആരെയും അവള് പേടിക്കണ്. ഇഷ്ടം പോലെ പൈസയും കയ്യിൽ വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഇതുവരെ ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. പിന്നെന്താണ്? അതന്നെ പറയണ്, നിനക്കൊന്നും തോന്നില്ലാന്ന്. നീ അവളുടെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയല്ലേ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നീ. നിന്റെ മകനുള്ള സമയത്തെ പുറത്തേക്ക് ഇങ്ങോട്ട് കാണുമായിരുന്നു അവളിനെ. അങ്ങനെ ഒരാളെ അവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നോ. നിന്റെ മകനും ഇങ്ങോട്ട് പോയതും തുടങ്ങി അവൾ ഊരു ചുറ്റാൻ പോകാന്. നീ നോക്കിക്കോ, അവള് നിന്റെ മകനെ ഇട്ടുകൊണ്ട് പോവും. അങ്ങനെ ഇപ്പൊ അവള് ചെയ്യൂടി, ഈ 2 3 കുട്ടികളിനെ ഇട്ടിട്ട്? നീ അപ്പൊ ഈ നാട്ടിൽ നടക്കണമൊന്നും അറിയണില്ലേ? കല്യാണവും കഴിഞ്ഞ് കുട്ടിയും മക്കളുള്ളവരാണ് ഇപ്പൊ ചാടി പോണത്. എന്തായാലും നീ അവളെ ഒന്ന് ശ്രദ്ധിച്ചോ. പിന്നെ വരുമ്പോ ആ ലോണിക്ക് അടയ്ക്കാനുള്ള പൈസയും കൊണ്ടുപോട്ടാ. കഴിഞ്ഞ ആഴ്ച നീ തന്നിട്ടില്ല. ഞാൻ കൊണ്ടുവരാം. എന്നാ വെച്ചോ. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടാവുമോന്നാവോ? ഒന്നുമില്ലാണ്ട് ഇപ്പൊ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുവോ? അല്ലെങ്കിലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവൾക്ക് പുറത്തേക്ക് പോക്ക് ഇത്തിരി കൂടുതലാണേനും. അതും വേണ്ടേ പറയുക. ആ വണ്ടി ഓട്ടിക്കാൻ പഠിച്ചതാ പാകം കുഴപ്പമായത്. സമയം ഇപ്പൊ അതാ 3 മണിയായി. ഇവളിന് എത്ര നേരമായിട്ട് ഇങ്ങോട്ട് കാണാനുണ്ടോ നോക്കാം.
എന്താ പുതിയ പെണ്ണ് ഇങ്ങനെ കട്ടാക്കി വിടുന്നത്? ഫോൺ എടുത്താലല്ലേ എന്തെങ്കിലും വിവരം അറിയുള്ളൂ. രാവിലെ 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്. സമയം ഇപ്പം അത് 3 മണിയും കഴിഞ്ഞു. ഇത്ര നേരമൊക്കെ വേണം ഒരു പഞ്ചായത്ത് പോയിട്ട് വരാൻ. ഇനിയിപ്പോൾ പഞ്ചായത്തിൽ തിരക്കായിട്ടാണോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ ഒന്നും അറിയില്ല. ഇതൊന്നും എടുത്താലല്ലേ എന്താ അറിയുള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ കുടുംബശ്രീ പോകുന്ന തോന്നണത്. ആ ഡി ജമീല, ഞാനൊന്നും കുടുംബശ്രീക്ക് വരുന്നില്ല കേട്ടോ. ഒന്നുമില്ല, സെജി ഇത്ര നേരമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതാ, അപ്പോൾ അവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചാ എടുക്കണ്ടേ? എന്നാലല്ലേ. ഇനിയിപ്പോ എന്താ ഒന്നും അറിയില്ല കേട്ടോ. പഞ്ചായത്തിൽ തിരക്കായിട്ടാണോ ഇനി വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയോ ഒന്നും അറിയില്ല. ഇതാ ഇന്നാൾ എന്നെ ഇതുപോലെ പോയിട്ടേ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് അതൊക്കെ നേരാക്കിയിട്ട് വൈകുന്നേരത്തെ അങ്ങോട്ട് എത്തിയത്. ആ, അതൊക്കെ അവള് പറയണതല്ലേ, അല്ലാണ്ട് ഇപ്പൊ നീ കണ്ടിട്ടൊന്നുമില്ലാലോ. അവള് എന്തൊക്കെയാ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് ആർക്കും അറിയാ. നിങ്ങൾ ഈ പറയും പോലെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ അവള് ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതൊന്നല്ല. 10-13 കൊല്ലമായി അവൾ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട്. ഇതുവരെയായിട്ട് ഒരു പേരുദോഷം അവളിവിടെ വരുത്തി വെച്ചിട്ടില്ല. ഇത്രയും കാലം കേൾപ്പിച്ചിട്ടില്ല പറഞ്ഞ നിന്റെ മകനുണ്ടായിരുന്നു അവിടെ, അപ്പൊ പേടിയുണ്ട്. ഇപ്പൊ നിന്റെ മകനില്ലാലോ, അതെന്താ നീ ചിന്തിക്കാത്ത? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ? നിനക്ക് ആലോചിച്ചാൽ കിട്ടില്ലേ? അല്ലെങ്കിൽ ഒന്ന് നോക്കി നോക്ക്. നിന്റെ മരുമകൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് മിണ്ടുമായിരുന്നോ? ആരെങ്കിലും ഒരു നിഴലും ഇങ്ങോട്ട് കണ്ട അപ്പൊ പോയി വിളിച്ചിരിക്കും. അങ്ങനത്തോളം ഇപ്പൊ എവിടെയൊക്കെ എത്തണു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണു. അപ്പൊ തന്നെ നിനക്ക് മനസ്സിലായിക്കോടെ നിന്റെ മരുമകളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടെന്ന്. എന്താ നീ ഇത് എപ്പോ പോയതാണ്? ഒരു കാര്യത്തിന് അങ്ങോട്ട് പോയി പറഞ്ഞ ആ കാര്യം കഴിഞ്ഞാൽ വേഗം വരണമെന്ന് അറിയില്ല നിനക്ക്? അതിനുമ്മ അവിടുത്തെ കഴിയണ്ടേ? എന്താ ഒരു തിരക്കായിരുന്നു അവിടെ. അപ്പൊ നിനക്ക് വൈകണമെന്ന് അറിഞ്ഞ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഫോണില്ലേ കയ്യില്? ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. ആ, ആലോചിക്കില്ല. അതിന് നനവ് ഇവിടെയൊന്നും അല്ലല്ലോ. എന്നിട്ട് പോയ കാര്യം എന്തായി? ശരിയായ? ആ, പേപ്പറൊക്കെ കൊടുത്തിട്ട് വന്നു. ഇനി മറ്റന്നാ ഒന്നും കൂടി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരി, അപ്പൊ ഇനി ഒന്നും കൂടെ പോണോ? അപ്പൊ അത് കയ്യോടെ ശരിയാക്കിയിട്ട് വരായിരുന്നല്ലേ പോയാൻ പക്കാം. എന്തായാലും വൈകി. അത് ഉമ്മ അവര് പറയും പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നിനക്കൊന്ന് പറഞ്ഞു നോക്കായിരുന്നില്ലേ? വീട്ടിൽ ചെറിയ കൂട്ടിനെ ഇട്ടും കൊണ്ടാണ് വരുന്നത്, ഇനി ഒന്നും കൂടി വരാൻ ബുദ്ധിമുട്ടാണ് എന്ന്. ഞാൻ പിന്നെ അതൊന്നും പറയാൻ നിന്നില്ല. ശരി, എന്നാ എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. രാവിലെ 2 ദോശയും തിന്നിട്ട് പോയതല്ലേ. വേണ്ടമ്മ, ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ബേക്കറി കയറിയിട്ടേ ജ്യൂസൊക്കെ കുടിച്ചിട്ടാ വരുന്നത്. ആരുടെ ഒപ്പം? ആ, അതുമ്മ നമ്മുടെ വീടിൻ്റെ അടുത്ത് റഹീംക്ക് ഇല്ലേ, അവൻ്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടേ. ഒരാഴ്ചയായി ഇത്ര വന്നിട്ട്. അപ്പൊ ഞാൻ പഞ്ചായത്തിൽ നിൽക്കുമ്പോൾ അവനും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അവൻ എന്നെ കണ്ടപ്പോഴേ വെള്ളം കുടിച്ചിട്ട് പോകാ പറഞ്ഞു. ഞാൻ വേണ്ടെന്നൊക്കെ കുറേ പറഞ്ഞു നോക്കി. പിന്നെ അവൻ പറഞ്ഞിട്ട് കേൾക്കണേ ഇല്ല, നിർബന്ധിച്ചിട്ട് കൂട്ടിയിട്ട് പോയി. അപ്പൊ നീ എന്തിനീ അന്യാണുങ്ങളുടെ കൂടെയൊക്കെ പോകാൻ നിൽക്കണ്? അതിനുമ്മ നമ്മൾ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. എന്താണെങ്കിലും എന്താണ്, വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ പോവുക ചെയ്യുക. നേരം വൈകിയെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവാകണം. വെറുതെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കണം. എന്താണ്? ആ, ഒന്നുമില്ല. നീ പോയിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിടും. അല്ല, ആരോ ഉമ്മാനത്ത് എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഉമ്മാൻ്റെ വർത്തമാനത്തിലൊരു മാറ്റം. അല്ലെങ്കിൽ ഉമ്മ അങ്ങനെയൊന്നും പറയാത്തതാണല്ലോ. ആരും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇനി അതും പറഞ്ഞിട്ട് എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. കുറച്ചു നേരം പോയി കടക്കട്ടെ ഞാൻ. ഇത്ര നേരം ആ കുട്ടിൻ്റെ പിന്നാലെ നടന്നിട്ട് വയ്യ എനിക്ക്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമ്മ, വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. ഒന്നുമില്ല പറഞ്ഞില്ലേ, നീ ആ കുട്ടിൻ്റെ അടുത്തേക്ക് പോ. അത് എണിച്ചപ്പോൾ തുടങ്ങിയതാണ് നിന്നെ ചോദിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ അവളുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നാട്ടുകാർ പറയുന്നതൊക്കെ ശരിയായിരിക്കും റബ്ബേ. സെജിയെ, നീ എവിടേക്കാ പോകാൻ നിൽക്കണ്? ഇന്നാണ് ഉമ്മ പഞ്ചായത്തേക്ക് പോകാൻ പറഞ്ഞിരിക്കണ്. ആ, പഞ്ചായത്തേക്ക് പോകാനപ്പോൾ നീ ഇങ്ങനെ ഒരുങ്ങി കെട്ടി നിൽക്കണത്? ഞാനും വിചാരിച്ച വല്ല കല്യാണത്തിന് പോകാൻ നിൽക്കണെന്ന്. പഞ്ചായത്തേക്ക് പോകാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങാനുണ്ടാ? അവൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പർദ്ദയില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നോ? അപ്പം എന്താ പുതിയ ശീലങ്ങളൊക്കെ? അവൻ പോയപ്പോൾ നിനക്ക് നല്ല മാറ്റമുണ്ട്. നിനക്കെന്താ ഇപ്പോൾ പർദ്ദയൊന്നും പറ്റണില്ലേ? പർദ്ദയൊക്കെ ഇടുമ്പോഴേ നല്ല ചൂടാ അമ്മ. ഈ ചൂടത്ത് അതൊന്നും ഇട്ടിട്ട് പറ്റണേ ഇല്ല. തിരക്കിലൊക്കെ നിൽക്കുമ്പോഴേ വയർത്ത് കുളിക്കുകയാണ്. അതാ പിന്നെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത്. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ചൂടെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവനവന് ഇടുന്ന തുണിയും കുപ്പായും അവനവൻ്റെ ശരീരം മറിച്ചിട്ട് വേണ്ട ഇടാൻ. ഇതിപ്പോൾ എത്ര ആൾക്കാരാണ് പർദ്ദയും മഫ്തയൊക്കെ ഇട്ടും കൊണ്ട് നടക്കുന്നത്? അവർക്കൊന്നും ചൂടെടുക്കണില്ലേ അപ്പോൾ? ഞാൻ അതിന് മുമ്പ് ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പർദ്ദ മാത്രമൊന്നുമല്ലല്ലോ ഇടല്. അന്നൊന്നും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെന്താ ഇപ്പോൾ? അന്ന് എന്ന് പറഞ്ഞാൽ അവനുണ്ട് ഇവിടെ. ഇന്നിപ്പോൾ അങ്ങനെയാണ്. ആൾക്കാർക്ക് ദത്തേറ് കിട്ടിയാൽ മതി ഊതിപ്പെരിപ്പിക്കാൻ. നീ വെറുതെ ആൾക്കാരെയും കൊണ്ട് അതും ഇതും പറയിപ്പിക്കണ്ട. നിങ്ങളുടെ അടുത്ത് ആരോ എന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വർത്താനം പറയണത്.
അതാരാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു തരില്ലല്ലോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. എനിക്കറിയില്ല കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ നിന്നെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതൊന്നല്ലല്ലോ. ചെറിയ കുട്ടിനെ ഇട്ടിട്ടല്ലേ നീ പോണത്? അപ്പോൾ വേഗം പോയി കാര്യം സാധിച്ചിട്ട് വരികയല്ലേ വേണ്ട? അല്ലാണ്ട് മണിക്കൂർ കണക്കിന് ഈ കണ്ണാടിന് മുമ്പിൽ നിന്ന് പറഞ്ഞാലേ എങ്ങനെ കാര്യം നടക്കുക? അല്ലെങ്കിൽ നീ രാവിലെ പോയ വൈകുന്നേരത്താ തിരിച്ചു വരല്. എന്തായാലും പറഞ്ഞാളെ എന്നെ പറ്റിയിട്ട് നല്ലോണം കയറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇത്ര പേടി, ഞാൻ ആരെങ്കിലും കൂടെ പോയാലോ പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല സേച്ചിയെ. നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഞാൻ അങ്ങനത്തെ ആളും അല്ല. പിന്നെ ഇപ്പം എന്താ പറഞ്ഞ, ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞു തരുമ്പോഴേ ആരോ ഒന്നും ഇല്ലാണ്ട് വെറുതെ അങ്ങനെയൊന്നും പറഞ്ഞും കൂടെ നടക്കില്ലല്ലോ. ചില ആൾക്കാർക്ക് ഒരു വിചാരം ഉണ്ട് ഉമ്മ, നമ്മളിങ്ങനെ മാറ്റി ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലേ അവൻ്റെയൊക്കെ വിചാരം നമ്മൾ എന്തോ മോശം കാര്യത്തിന് പോകണമെന്നാണ്. പ്രത്യേകിച്ച് ഗൾഫുകാരൻ്റെ ഭാര്യമാർക്ക് ഒരു സൗരും സമാധാനം ഉണ്ടായില്ല. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പം അവർക്ക് അറിയണം എവിടേക്കാ പോണ്, എന്തിനാ പോണ്, ആരുടെ കൂടെ പോണ്, എന്നിട്ട് എരിവും പുളിയും ചേർത്ത് പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും. പിന്നെ വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ ചില ആണുങ്ങളുണ്ട് ഈ ബസ് സ്റ്റോപ്പിലും ചായക്കടൻ്റെ മുമ്പിലൊക്കെ ഇരുന്നും കൊണ്ട് നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ എന്താ പണി എന്ന് അന്വേഷിക്കൽ. വഴി കൂടെ പോണ പെണ്ണുങ്ങളുടെ സെൻസസ് എടുക്കൽ അവൻ്റെ പണി. കുറേ ഉണ്ട് അങ്ങനെ. പെണ്ണുങ്ങളും മോശമൊന്നല്ല. ഈ ആണുങ്ങളെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളുടെ അടുത്ത് ഓതി കൊടുക്കും. എന്നിട്ട് ഇവളുകൾ ഇതൊക്കെ കേട്ടിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി പാടിയും കൊണ്ട് നടക്കുകയും ചെയ്യും. ഇവനെയൊക്കെ പേടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അമ്മ? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ? അല്ലാണ്ട് ഈ പറയണവരൊന്നും വന്ന് ചെയ്തു തരുമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ വേഗം പോകാൻ നോക്ക്. ഇന്ന് തന്നെ ശരിയാക്കിയിട്ട് വാട്ടാ. നീ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വേറൊരു ദിവസം പോകാനുള്ള ഇടവരുത്തണ്ട. ഞാൻ ആര് പറയണതാ പഠിച്ചോനെ വിശ്വസിക്കുക? ഇവള് പറയണോ ഒന്നുമില്ലാന്ന്, നാട്ടുകാർ പറയണ എന്തൊക്കെയോ ഉണ്ട് എന്ന്. ആര് പറയണതിലാ സത്യമുള്ളത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തായാലും ചെക്കനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. അവനും കൂടി അറിയട്ടെ ഇതൊക്കെ. അല്ലാണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നാലേ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ എന്തൊക്കെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത്? ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണു? ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. ഇല്ലേ? ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അല്ലാണ്ട് ഇതൊക്കെ ഒക്കെ സ്വയം ഉണ്ടാക്കി പറഞ്ഞതാ? നീ അങ്ങനെ നടന്നുകൊണ്ടല്ലേ എനിക്ക് അവനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഞാൻ എങ്ങനെ നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? അതും കൂടി ഒന്ന് പറഞ്ഞു തരി. അപ്പോൾ എന്തിനാ വെറുതെ ആൾക്കാരെ ഇങ്ങോട്ട് പറയിപ്പിക്കാൻ നിൽക്കുന്നത്? അവനവൻ്റെ കാര്യം നോക്കിയിട്ട് മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാൽ പോരെ. ഇത് നേരം വെളുത്ത് അങ്ങനെ ഇറങ്ങും ഓരോരോ ആവശ്യങ്ങളും പറഞ്ഞിട്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കണ്ടേ? ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് മിണ്ടാണ്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞ പോകേണ്ട കാര്യങ്ങളൊക്കെ ആരാ പോകുക? നിങ്ങൾക്ക് സഹിക്കോ ഈ വയ്യാത്ത കാലം വെച്ചിട്ട്? എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ. ഒരു റേഷൻ കടയിൽ പോകണം, ബാങ്ക് പോകണം, സാധനങ്ങൾ തീർന്ന് അത് വാങ്ങാൻ പോകണം, കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകണം. ഇതൊക്കെ പിന്നെ ഞാനല്ലാണ്ടേ വേറെ ആരാ അവിടെ പോകാനുള്ളത്? അല്ലെങ്കിൽ പിന്നെ ഒരു പണിക്കാരനെ വെക്കണം. ആ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ഒരു പണിക്കാരനും കൂടിയേ വേണ്ടുള്ളൂ. എന്നാൽ പിന്നെ കേമായി. ചെലവ് കഴിഞ്ഞു പോണതേ ആരോ പറഞ്ഞ പോലെയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പണിക്കാരനും കൂടിയേ വേണ്ടുള്ളൂ. കഥകൾ ഇങ്ങോട്ട് കേട്ടപ്പോഴേക്കും മകനെ വിളിച്ചിട്ട് വേഗം അവിടുത്തെ പണി മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വരാനും പറഞ്ഞു അല്ലേ? മരുമകൾ ചാടിപ്പോയാലോ പേടിച്ചിട്ട്. അതെന്തായാലും നന്നായേ ഉള്ളൂ. കാരണം മകൻ വന്നു പറഞ്ഞ ഇവിടെ എല്ലാവർക്കും പട്ടിണി കിടന്ന് ചാവാലോ. നിങ്ങൾക്ക് മരുമകളിനെക്കാട്ടിലും വിശ്വാസം നാട്ടുകാരനെയാണ് അല്ലേ? ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട് ഞാൻ. മൂപ്പർക്ക് വരുമാനം ഇല്ലാണ്ടേ. പോണെങ്കിൽ എനിക്ക് അന്ന് പോകായിരുന്നു. എന്നിട്ട് പോയോ ഞാൻ? ഇല്ലല്ലോ. അതൊക്കെ എന്തുകൊണ്ടാ? നിങ്ങളുടെ മകൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാ. ഞാനേ നിങ്ങളുടെ മകന് നിങ്ങളുടെ പേരക്കുട്ടികളെ ഇട്ടിട്ട് എവിടെയും പോകില്ല. വിശ്വസിക്കും നിങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ ചെവിയിൽ ആരെ എത്തിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായിക്കണോ? അവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി അവരാരുടെയും ഒരു കുറ്റം എവിടെയും പോയി പറയില്ല. അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ജമീലാത്ത എന്താ കാട്ടണ്? നിങ്ങളിവിടെ ഉമ്മാൻ്റെ അടുത്ത് എന്നെ പറ്റിയിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തു എന്ന് അറിഞ്ഞോ? നിങ്ങളിത് എന്തിനു ഏൽപ്പിച്ചു കൂട്ടിയിട്ടാ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നുണ പറയാൻ മാത്രം നിങ്ങളുടെയൊക്കെ നാവ് പൊന്തുള്ളൂ. അല്ല, എന്താ നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഗൾഫിലുള്ള ആണുങ്ങളിലേക്ക് എല്ലാ പെണ്ണുങ്ങളും തോന്നിയ പോലെ നടക്കണവരാണെന്നാ? അതെ, നിങ്ങളെയൊക്കെ പേടിച്ചിട്ടേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞും കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഇനി മേലാല് ഇമ്മാതിരി തോന്നിയാസം എവിടെയെങ്കിലും പോയി പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാണ്ടല്ലോ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയും നിങ്ങൾ. നീ ഈ പരിസരത്ത് കാണുക വേണ്ടുള്ളൂ നിങ്ങളെ.